സഭയുടെ ആത്മീയ വളർച്ച രണ്ടാം ഭാഗം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ, അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്നതിൽ മനുഷ്യർ വിശ്വസിക്കുന്ന വിവിധ നിലകളെന്ന അർത്ഥത്തിലുള്ള ആകാശങ്ങളും പൗലോസ് അപ്പോസ്തലൻ കണ്ട സ്വർഗങ്ങൾക്കും മീതെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ ശക്തിയാൽ ഉയരത്തിലേക്ക് ആരോഹണം ചെയ്തു. അങ്ങനെ ഉയരത്തിലേക്ക് കയറിയ കർത്താവ് സഭയ്ക്ക് ഈ ദാനങ്ങളെ കൊടുത്തത് തൻ്റെ ശരീരമായ സഭ സാത്താനിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും അവൻ്റെ മേലുള്ള ക്രിസ്തുവിൻ്റെ വിജയവും പങ്കിടുവാനും നിത്യമായി ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അവൻ്റെ ജീവനും സ്വഭാവപൂർണതയും കൈവരിക്കുവാനുമാണ്. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സഭയ്ക്ക് മൊത്തമായും വ്യക്തികൾക്കൊറ്റയായും ഈ ദാനങ്ങൾ ഇന്നും അനുഭവിക്കുവാൻ ഇടയാകണം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11 മുതൽ 13 വരെ പറയുന്ന ദാനങ്ങളുടെ ഉദ്ദേശം അപ്പോസ്തലത്വം, പ്രവാചകത്വം, സുവിശേഷകത്വം, ഇടയത്വം, ഉപദേശം നൽവരം, ഇങ്ങനെ 5 ദാനങ്ങൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സഭയ്ക്ക് നൽകുന്നതായി അപ്പോസ്തലൻ ഇവിടെ വെളിപ്പെടുത്തുന്നു. പഴയ നിയമത്തിൽ യഹൂദ ഭരണകർത്താക്കൾ ദശാംശവും ദൈവാലയ നികുതി പിരിക്കുന്നതിനും കൂടാതെ സാമ്പത്തിക കാര്യങ്ങൾക്കും മതപരമായ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിനുമായി പ്രത്യേക കൈവപ്പോടും അധികാരപത്രത്തോടും കൂടി അയച്ചിരുന്ന ശലൂഹീം എന്ന വിഭാഗത്തിന് സമാനമായി ക്രിസ്തുവും പിതാവിനാൽ അയക്കപ്പെട്ടവനും അപ്പോസ്തലന്മാരും കർത്താവിൻ്റെ സഹോദരനായ യാക്കോബും പൗലോസും ബർന്നബാസും ദൈവരാജ്യഘോഷണത്തിനായി ക്രിസ്തു അയച്ചവരും ആയിരുന്നു എന്നിവിടെ വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷം നിർബടിയായി നിവർത്തിക്കുവാൻ വിധിക്കപ്പെട്ടവരെല്ലാം ഒരു വിധത്തിൽ അപ്പോസ്തലന്മാരാണ്. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. അപ്പോസ്തലത്വം, പ്രവാചകത്വം, സുവിശേഷകത്വം, ഇടയത്വം, ഉപദേശം നൽവരം, ഇങ്ങനെ ഏതാണോ നമ്മെക്കുറിച്ചുള്ള ദൈവപദ്ധതി അത് തിരിച്ചറിയുവാനായി നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു എന്ന എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ലെ തിരുവചനം നിരന്തരം ഉരുവിട്ടുകൊണ്ട് ദൈവത്തോട് നമ്മെക്കുറിച്ചുള്ള ദൈവപദ്ധതി വെളിപ്പെടുത്തി തരുവാനായി പ്രാർത്ഥിക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.